റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് തരിക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ആ ഓളത്തെ ബട്ടൺ ഒന്ന് അമർത്തിയാൽ നമ്മളിങ്ങനെ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തത്സമയം കിട്ടുന്നതാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ 2 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. 50,000 മുകളിൽ ആൾക്കാർ കണ്ടു. ഒത്തിരി പേർക്ക് ആ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചിലരൊക്കെ സംസാരിക്കാനിരിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ. ഇപ്പോൾ 2 വീടുകളുണ്ട്. ഒരു വീട് വിറ്റ് പോയാലും നിങ്ങൾക്ക് ഒരു വീടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ആ വീഡിയോ കണ്ടു കാണുമായിരിക്കും. അപ്പോൾ ഈ വീട് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ എറണാകുളത്ത് നിന്ന് മൂവാറ്റുപുഴയ്ക്ക് വരുന്ന വഴിക്കാണ്. ഒത്തിരി പേരുടെ ആവശ്യപ്രകാരമാണ് ഇങ്ങനൊരു വീട് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേര് ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ച് ബസ് ഇറങ്ങിയിട്ട് നടന്ന് വീട്ടിലെത്താൻ പാകത്തിനുള്ള ദൂരം. അവിടെയാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത. ഒരു 100-150 മീറ്റർ മാറിയാൽ നമുക്ക് ഈ വീട്ടിലെത്തിച്ചേരാം. ബാക്കിലേക്കൊക്കെ ഒരു വർക്ക് ഏരിയയ്ക്കും കൂട്ടി എടുത്തിട്ടുണ്ട്. ഒരു ഫയർ കിച്ചൻ്റെ ഒരു അടുപ്പെല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കോമ്പൗണ്ട് ഹാള്, ഗേറ്റ് സഹിതം എല്ലാ വർക്കുകളും തീർന്നിട്ടുണ്ട്. ബാക്കിലൊരു അലക്കുകല്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളം കയറാത്ത ഏരിയ ആണ് കേട്ടോ. വെള്ളമൊന്നും കയറില്ല. നമ്മൾ വെള്ളം കയറുന്ന ഏരിയ ആണെങ്കിൽ അത് നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചൊരു വീട് മേടിക്കാൻ വരുമ്പോൾ വെള്ളം കയറുന്ന ഏരിയ ആണെങ്കിൽ 2018 വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് തന്നെ കാണിക്കുള്ളൂ. അങ്ങനെ 2018 വരെ വെള്ളം കയറിയ വീടുകളൊന്നും ഞങ്ങൾ ഇടാറില്ല. അങ്ങനത്തെ ലിസ്റ്റും ഞങ്ങൾ ഇടാറില്ല. അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ കയറിയതാണെങ്കിൽ ഓണറിനെ നിർബന്ധിച്ച് ഞങ്ങളുടെ ഇത് വീഡിയോ ചെയ്യാൻ പറയും. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കും. അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. ഇത് വെള്ളം കയറാത്ത ഏരിയയിൽ ഉള്ളൊരു വീടാണ്. റെസിഡൻഷ്യൽ ഏരിയ ആണ്. അത്യാവശ്യം അടുത്തൊരു 3000-2500 സ്ക്വയർ ഫീറ്റുള്ള വീടുകളൊക്കെയാണ് അടുത്തുള്ളത്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഞാൻ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം. എറണാകുളത്ത് നിന്ന് മൂവാറ്റുപുഴയ്ക്ക് വരുമ്പോൾ നമുക്ക് കോലഞ്ചേരി കഴിഞ്ഞ് വാളകം കഴിഞ്ഞിട്ട് മേക്കടമ്പാണ് ഈ സ്ഥലം വന്നിരിക്കുന്നത്. ഈ വീടും സ്ഥലവും നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഡോറെല്ലാം തേക്കാണ്. കട്ടില, ജനലെല്ലാം തടിയും കൊണ്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ മെറ്റീരിയൽസ് എല്ലാം ബ്രാൻഡ് ഐറ്റം കൊണ്ടാണ്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്ന ഒരു വീടാണ്. എങ്ങനെയെങ്കിലും ഒരു തല്ലിക്കൂട്ടി ഒരു പണിത് വിൽക്കുന്ന ഒരാളല്ല ഇതിൻ്റെ ഓണർ. അത് കാരണം പൂർണ്ണമായിട്ടും വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്ന ഒരു വീടാണിത്. സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ബാത്റൂമും കുളിമുറിയായിട്ട് സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഫിനിഷിങ് ചെയ്തേക്കുക വെച്ചാൽ പണിക്കാരൊക്കെ ഉണ്ട്. ഒരു ക്ലീൻ ചെയ്യുന്ന ദിവസമായിരുന്നു ഞാൻ ചെന്നപ്പോൾ. അപ്പം ഈ മുറിയില്ല, ഇതുപോലെ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം ഇപ്പോൾ ഇന്നത്തോടുകൂടി എല്ലാം ക്ലീനപ്പായി ഫുള്ള്. ഇതുപോലെയായി എല്ലാ റൂമുകളും. അപ്പോൾ അവർ ആ പണിക്കാരൊക്കെ അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. അന്ന് ഞാൻ ക്ലീൻ ചെയ്യുന്ന ദിവസമാണ് ഞാനവിടെ ചെന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലങ്ങൾ ചിലപ്പോൾ വിൽക്കാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. സ്ഥലങ്ങൾ മേടിക്കാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ നമ്മളെ വിളിക്കാവുന്നതാണ്. വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മളവിടെ വന്ന് വീഡിയോ എടുക്കും. നിങ്ങളിപ്പോൾ നമ്മൾ വിശ്വസിച്ചൊരു വീട് മേടിക്കാൻ വന്നാലും നമ്മളതനുസരിച്ച് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി കറക്റ്റ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ മേടിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ട് സംസാരിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വീടിൻ്റെ വില ഓണറുടെ അടുത്ത് നേരിട്ട് ഇഷ്ടപ്പെട്ടാൽ സംസാരിക്കാവുന്നതാണ്. ഇവിടുന്ന് മൂവാറ്റുപുഴ ടൗണിലേക്ക് 5.5 കിലോമീറ്ററാണ് ദൂരമുള്ളത്. മൂവാറ്റുപുഴ മെയിൻ ടൗണിലേക്ക്. കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലേക്ക് 6-6.5 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഇതിൻ്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമാണുള്ളത്. ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമാണുള്ളത്. മുകളിലത്തെ നിലയിലും 2 ബെഡ്റൂം. മൊത്തം 4 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ മാറി ബ്രൈറ്റ് സ്കൂളുണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്.
1 കിലോമീറ്റർ മാറിയിട്ടാണ് സ്കൂളുള്ളത്. പിന്നെ ഒരു 700 മീറ്റർ മാറിയാൽ കടകൾ, സൂപ്പർ മാർക്കറ്റ്, അതുപോലെ തന്നെ ചർച്ച്, അമ്പലം ഒക്കെയുണ്ട്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നിങ്ങൾക്ക് ലോണൊക്കെ ആവശ്യമെങ്കിൽ നമ്മൾ എല്ലാ ബാങ്കുകളുടെയും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുള്ളവർ, ഇപ്പോൾ വിദേശത്തൊക്കെ ഇരുന്ന് ഈ വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾ വേണമെങ്കിൽ അവിടെ നിന്ന് വരുന്നതിന് മുമ്പ് നമുക്ക് ലോൺ അറേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഏത് വീടാണോ നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ, എന്നാലും അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ബാങ്കായിട്ട് കണക്ട് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ ഏത് ബാങ്കിലാണ് നിങ്ങൾക്ക് താല്പര്യം, അപ്പോൾ ആ ബാങ്കിലേക്ക് നിങ്ങൾക്കൊരു വീട് മേടിക്കുവാൻ നിങ്ങളുടെ എലിജിബിലിറ്റി, നിങ്ങളുടെ സാലറി ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ബാങ്ക് ലോൺ തരുന്നത്. അപ്പോൾ ബാങ്കിൽ ആൾക്കാർ നിങ്ങളുടെ അടുത്ത് ചോദിക്കും നിങ്ങളുടെ സാലറി സ്ലിപ്പ് 1 വർഷത്തിന് മുകളിൽ ആയിരിക്കണം. അവിടെ വിദേശത്തൊക്കെ ജോലി ചെയ്യുമ്പോൾ 1 വർഷത്തിൻ്റെ മുകളിൽ ജോലി ചെയ്തവർക്കാണ് മിക്ക ബാങ്കുകളും ലോൺ കൊടുക്കുകയുള്ളൂ. അപ്പോൾ 1 വർഷത്തിൻ്റെ മുകളിലായിരിക്കണം നിങ്ങൾ ജോലി ചെയ്തിട്ട്. അപ്പോൾ അവിടുത്തെ സാലറി വേണം, അവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് വേണം. പിന്നെ നിങ്ങളുടെ സിവിൽ സ്കോർ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ലോൺ കിട്ടുകയുള്ളൂ. 750-ൻ്റെ മുകളിൽ സിവിൽ സ്കോർ വേണം നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾ പണ്ട് വിദ്യാഭ്യാസ ലോണൊക്കെ എടുത്തിട്ടില്ല, ചെക്ക് ബൗൺസിങ് അതിലൊക്കെ ഉണ്ടെങ്കിൽ സിവിൽ സ്കോർ കുറവാണെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നു എന്നുള്ളൂ. നമുക്ക് കണ്ടാൽ ലോങ്ങിൽ കണ്ടാൽ അതുപോലത്തെ വീടുകളാണ്. ഇത് ഒരു 100-150 മീറ്റർ മാറി ഇങ്ങനത്തെ, 100 മീറ്റർ ഇല്ല, ഇങ്ങനത്തെ പോഷായിട്ടുള്ള ഒരു 5-8 വീടുകളുണ്ട് ആ ഏരിയയിൽ. ഇപ്പോൾ തൊട്ട് ചേർന്ന് വീടുകളില്ല, എന്നാലും. പിന്നെ ബാക്കിലേക്ക് റൂഫ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഫങ്ഷനൊക്കെ നടത്താൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട് ഇവിടെ. മുകളിലേക്ക് ലാഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വാർക്കപ്പുറത്ത് കയറണമെങ്കിൽ മുകളിലേക്ക് ലാഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അത് ഉണ്ടോ, മുകളിലൊക്കെ ടാങ്കൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ അത് നമുക്ക് കയറി അത് മുകളിലേക്ക് ഓപ്പൺ ആവും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു വീട്, ഇതിൻ്റെ ഓണറുടെ ഒരു പ്രത്യേകത ഉണ്ട്. എപ്പോഴും വീട് പണിത് കൊടുക്കുന്ന ആളൊന്നുമല്ല. വർഷത്തിൽ അല്ലെങ്കിൽ 1-2 വർഷം കൂടുമ്പോൾ ഒരു വീട് പണിയും, അല്ലെങ്കിൽ 1-2 വീട് പണിയും. അത് നല്ല ക്ലിയറൻസ് ആയിട്ടാണ് പണിയുള്ളൂ ആൾ. ബാക്ക് ഡോർ നോക്കിക്കും, വീടിൻ്റെ ബാക്കിലേക്കുള്ള അതുവരെ നല്ല സ്ട്രോങ് തടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ നമ്മൾ എന്നും എല്ലാ ദിവസവും ഞങ്ങൾ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾക്ക് വീടൊക്കെ അന്വേഷിച്ച് ഒത്തിരി ആഗ്രഹമൊക്കെ ആയിട്ട് വീട് അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് വീണ്ടും പല ദിവസങ്ങളും പല വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. ഞങ്ങൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരും. പിന്നെ ഒത്തിരി ആൾക്കാർ ഒത്തിരി നാളുകളായിട്ട് വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. വാടക പൈസയും കൊടുത്തപ്പോൾ അവരുടെയൊക്കെ ആഗ്രഹം ചെറിയൊരു വീട്, ഒരു 10-15 ലക്ഷം 25 ലക്ഷത്തിൻ്റെ വീടുകളൊക്കെ എന്താ ഇടാത്തത് എന്നൊക്കെ ഒത്തിരി പേര് ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള വീടുകൾ നമ്മുടെ കയ്യിലുണ്ട്. 25-ൻ്റെ ഉണ്ട്, 20-ൻ്റെ ഉണ്ട്, 15 ലക്ഷത്തിൻ്റെ വീട് വരെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു വിഷമിക്കൊന്നും വേണ്ട, നമ്മളെ വിളിച്ചാൽ മതി, നമുക്ക് കാണിച്ചു തരാം. എറണാകുളം ജില്ലയിലാണ് ഞങ്ങൾ അധികം കൂടുതൽ വീടുകൾ ഇടുന്നത്. ഇത് അങ്ങോട്ടുള്ള വഴിയാട്ടോ, അങ്ങോട്ടുള്ള പരിസരമൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. തീർച്ചയായിട്ടും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ വീടുകൾ, സ്ഥലങ്ങളൊക്കെ വിറ്റ് പോകണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വിളിച്ചോ. ഉറപ്പായിട്ടും നമ്മുടെ ചാനലിട്ട 100% വിറ്റ് പോയിരിക്കും. ചെറിയ ലോണും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ, ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ലോൺ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിറ്റ് കടം തീർക്കുക, സ്വസ്ഥമായിട്ട് ബാധ്യത അല്ലെങ്കിൽ നമുക്ക് നല്ല സാലറി ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ലോൺ എടുത്താലും കുഴപ്പമില്ല, അടഞ്ഞു പൊക്കോളും. അത്യാവശ്യം ചെറിയ ജോലികളൊക്കെ ഉള്ളവർ ലോൺ അടച്ചാൽ പിന്നെ ബാലൻസ് നമുക്ക് പൈസ ഉണ്ടാവില്ല. അപ്പം നിങ്ങളുടെ പ്രോപ്പർട്ടി കൊടുക്കാൻ, ലോണൊക്കെ വെച്ച് പ്രോപ്പർട്ടികളൊക്കെ കൊടുക്കാൻ നമ്മൾ അറിയിച്ചാൽ നമ്മൾ ഇവിടെ വന്ന് ഇതുപോലെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ ആ താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ വിളിച്ചാൽ മതി.
അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ മൊത്തം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിക്കുക. റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴ.